ബിജെപിയുടെ പ്രതിനിധി ബിബിനിലേക്ക് പോകുമ്പോൾ ബിബിൻ, താങ്കൾ നേരത്തെ ശ്രദ്ധിച്ചു കാണും. എന്തായാലും CP ജോൺ താങ്കൾക്ക് വേണ്ടി സംസാരിച്ചു എന്നാണ് ഡോക്ടർ ഗോപൻ ആ ഘട്ടത്തിൽ പറഞ്ഞത്. എന്നാൽ പോലും ഇവിടെ ഇതാ കേന്ദ്ര വിഹിതത്തെ ചൊല്ലിയുള്ള തർക്കം, അത് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന്റെ പരിഗണനയിൽ ആണ് ഇരിക്കുന്നത്. ഒരു സംസ്ഥാനത്തിന്റെ ആഭ്യന്തര ഉൽപാദന ശേഷിയുടെ 3% മാത്രമേ കടമായി നൽകുകയുള്ളൂ എന്നൊരു നിബന്ധനയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇതിൽ നിന്നൊക്കെ മാറ്റമുണ്ടാകണമെന്ന് പ്രത്യേകിച്ച് ഉപഭോക്തൃ സംസ്ഥാനമായ കേരളം നിരന്തരമായി ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ പലപ്പോഴും കേന്ദ്ര വിഹിതം, അതിപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്കറിയാമല്ലോ ഒരു പദ്ധതി PM ശ്രീയുമായി ബന്ധപ്പെട്ട് പോലും സംസ്ഥാനത്തിൻ്റെ ഭരണ സംവിധാനത്തിൽ നിൽക്കുന്ന തർക്കം. എന്തായാലും കേന്ദ്രത്തിൽ നിന്ന് ഇപ്പോഴും വിഹിതം ലഭിക്കുന്നതിന് പരിമിതികൾ ഉണ്ട്. സംസ്ഥാനത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് മുന്നോട്ട് പോകേണ്ടതുണ്ട്, ഒപ്പം ക്ഷേമ പ്രവർത്തനങ്ങളും. അപ്പോൾ സർക്കാർ ഈ പരിമിതികളിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഈ ക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. അവിടെ വലിയ തോതിലുള്ള പ്രഖ്യാപനങ്ങൾ തന്നെയാണ് സർക്കാർ നടത്തിയത് എന്നത് പ്രശംസനീയമാകുന്ന ഒന്നല്ലേ? കാരണം ഈ പ്രതിസന്ധിക്കിടയിലും സാധാരണക്കാർക്ക് ആശ്വാസമാകുന്ന പ്രഖ്യാപനങ്ങളാണല്ലോ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അഭിലാഷ്, LDF ഗവൺമെന്റിന്റെ 9 വർഷക്കാലം പൂർത്തീകരിക്കുകയാണ്. വരാൻ പോകുന്ന 2 തെരഞ്ഞെടുപ്പുകൾ മുൻപിൽ കണ്ടുകൊണ്ടാണ് ഈ ഇലക്ഷൻ സ്റ്റണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, ഈ ഇലക്ഷൻ കണ്ടുകൊണ്ട് ഈ വരാൻ പോകുന്ന 1-ാം തീയതി നിയമസഭാ സമ്മേളനം നടക്കേണ്ടതായിരുന്നു. ആ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കാനിരുന്നത് പെട്ടെന്ന് ഒരു പ്രഖ്യാപനം മുഖ്യമന്ത്രി നടത്തിയതിന്റെ രാഷ്ട്രീയ സാഹചര്യം നമുക്കെല്ലാവർക്കും അറിയാം. കേരളത്തിൽ PM ശ്രീ പദ്ധതി നടപ്പിലാക്കാൻ സർക്കാർ തീരുമാനിച്ചു. അതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളെല്ലാം നമ്മളുടെ ശ്രദ്ധയിലുണ്ട്. ആ PM ശ്രീ പദ്ധതി നടപ്പിലാക്കാനുണ്ടായ സാഹചര്യം ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നമ്മുടെ മുന്നിൽ പറഞ്ഞതാണ്. ശരി, ഇവിടെ പണമില്ല, ഇവിടുത്തെ അധ്യാപകർക്ക് കൊടുക്കാൻ പണമില്ല, ഇവിടുത്തെ വിദ്യാലയങ്ങൾ മെച്ചപ്പെടുത്തുവാൻ വേണ്ടിയുള്ള പണം നമ്മുടെ കയ്യിലില്ല, ഈ പണം കിട്ടാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ പദ്ധതിയിൽ ഒപ്പിട്ടത് എന്ന് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ചു. അതിലെന്താണ് പ്രശ്നം? ആ മേഖലയിലേക്ക് ലഭിക്കേണ്ട പണം ലഭിക്കട്ടെ. അത് പറയാം. 1500 കോടി രൂപ ലഭിക്കുമെന്ന് പറഞ്ഞ് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, അപ്പോഴാണ് മുഖ്യമന്ത്രി പ്രഖ്യാപനം നടത്തുന്നു 10,000 കോടി രൂപ ഒരു വർഷം ചെലവുള്ള പദ്ധതികളെ സംബന്ധിച്ചാണ് അദ്ദേഹം ഇവിടെ പ്രഖ്യാപനം നടത്തിയത്. 1500 കോടി രൂപ ലഭിക്കാൻ വേണ്ടി വിദ്യാഭ്യാസ മന്ത്രി ശ്രമിക്കുമ്പോൾ വരാൻ പോകുന്ന ഈ പ്രഖ്യാപനങ്ങൾക്കുള്ള പണം എവിടെ നിന്ന് ലഭിക്കും? അല്ല, അവിടെ ഇതാ ഈ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ ഇന്നലെ പറഞ്ഞതുപോലെ പല ഡേറ്റകളിലും കേരളം ആരോഗ്യരംഗത്ത്, വിദ്യാഭ്യാസ രംഗത്തൊക്കെ നമ്മൾ ഏറെ മുന്നിലാണ്. അത് ഡേറ്റകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പറയുന്നത്. ഇതുവരെയും PM ശ്രീ പദ്ധതിയിൽ കേരളം അംഗമായിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു പ്രവർത്തനവും നടക്കുന്നില്ല എന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കുമോ? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. പണമില്ലാത്ത ഗവൺമെന്റ് ഇത്രയും വലിയ പ്രഖ്യാപനം നടത്തുമ്പോൾ ഈ പണം എവിടെ നിന്ന് സംഘടിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടില്ല. സർക്കാർ സമ്മതിക്കുന്നുണ്ടെന്ന്. അതുകൊണ്ട് ഏതെങ്കിലും വികസന പ്രവർത്തനങ്ങൾ മുടങ്ങുന്നുണ്ടോ എന്ന ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. ഇവിടെ കേന്ദ്ര ഗവൺമെന്റിന്റെ കൃത്യമായ പണം ലഭിക്കുന്നു മിക്ക പദ്ധതികൾക്കും. അതുകൊണ്ടാണ് എല്ലാം കൃത്യമായി നടക്കുന്നത്. ആരോഗ്യരംഗത്ത് നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ 1 വർഷക്കാലങ്ങൾക്ക് മുമ്പ് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ ചെന്നാൽ മരുന്നുകൾ ലഭിക്കാത്ത സ്ഥിതി ഉണ്ടായിരുന്നു. അതിനെപ്പോഴാണ് മാറ്റമുണ്ടായത്? അതിന് മാറ്റമുണ്ടായത് കേന്ദ്ര ഗവൺമെന്റിന്റെ ആയുഷ്മാൻ ആരോഗ്യ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കിയതിനു ശേഷമാണ്. ആ പദ്ധതി നടപ്പിലാക്കി ഇപ്പൊ ഒരു കുഴപ്പമില്ലല്ലോ. ഇപ്പൊ ഏത് ആരോഗ്യ കേന്ദ്രം, കാരണം പല സർക്കാരിന്റെ ഇതിനു മുമ്പ് BJP സർക്കാരിന്റെ കാലഘട്ടത്തിന് മുമ്പും ഒക്കെ നമ്മൾ ആരോഗ്യരംഗത്ത് അതൊരു സർക്കാർ തുടർച്ച എന്നാണ്. അത് ഏതെങ്കിലും ഒരു സർക്കാരിന്റെ ക്രെഡിറ്റ് ആയി അല്ല കേട്ടോ ഞാൻ പറയുന്നത്. കേരളം പലപ്പോഴും പലതിലും മുന്നിൽ തന്നെയായിരുന്നു ഇത്തരം പദ്ധതികളൊക്കെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പും. കേരളം മുന്നിൽ തന്നെയായിരുന്നു. കേരളം മുന്നിൽ, മറ്റു സംസ്ഥാനങ്ങൾ വ്യത്യസ്തമായി കേരളം മുന്നിൽ എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, കേരളത്തിലെ നല്ല കെട്ടിടങ്ങളുണ്ട്, മനോഹരമായ വീടുകളുണ്ട്, അല്ലേ? മനോഹരമായ സാഹചര്യങ്ങളുണ്ട്. ഇതെല്ലാം കേരളത്തിൽ മാറി മാറി വന്ന ഗവൺമെന്റിന്റെ ഭാഗമായി ഉണ്ടായതല്ല. ഇതെല്ലാം വിദേശത്ത് നമ്മുടെ
നമ്മുടെ ചെറുപ്പക്കാർ പഠനം നടത്തി വിദേശത്ത് പോയി ജോലി ചെയ്തുണ്ടാക്കിയ കാശ് കൊണ്ട് നമ്മുടെ നാട്ടിൽ വന്ന് കെട്ടിയ കെട്ടിടങ്ങളാ. ഇതൊന്നും മാറി മാറി വന്ന ഗവൺമെന്റിന്റെ മെച്ചപ്പെട്ട അല്ല, അത് താങ്കൾ വ്യക്തിപരമായി പറയുന്നു, വ്യക്തിപരമായ ആളുകളുടെ സാമ്പത്തിക ശേഷി. അതോടൊപ്പം ഈ വ്യക്തികളൊക്കെ ചേരുന്ന സ്വാഭാവികമായി സംവിധാനത്തെയാണ് സർക്കാർ എന്ന് പറയുന്നത്. പക്ഷെ സർക്കാർ അതിനൊത്ത് പ്രവർത്തിച്ചു എന്നതുകൊണ്ട് കൂടിയാണ് ഇവിടെ ഇതാ ഈ നെൽകർഷകരുടെ പ്രതിസന്ധി പോലും പറയുമ്പോൾ അവിടെയും കേന്ദ്ര സർക്കാർ നൽകേണ്ട ഫണ്ട് നൽകുന്നില്ല എന്ന ആക്ഷേപമാണ് ഉന്നയിക്കുന്നത്. അങ്ങനെയുള്ള ഫണ്ടുകൾ നൽകാത്തപ്പോൾ മറ്റു വഴികൾ തേടുകയാണ് സംസ്ഥാന സർക്കാർ, കിഫ്ബി പോലെയുള്ള പദ്ധതികൾ എന്നതാണ് സർക്കാരിന്റെ വാദങ്ങൾ. കേന്ദ്ര ഗവൺമെന്റ് എങ്ങനെ പണം നൽകും? കേന്ദ്ര ഗവൺമെന്റ് പണം കൊടുത്തിട്ടുണ്ടല്ലോ ഇതിനു മുമ്പെല്ലാം. എന്നാൽ കൃത്യമായ കണക്ക് സംസ്ഥാന ഗവൺമെന്റ് തിരികെ കൊടുത്തിട്ടുണ്ടോ? ഒരു കണക്കും കൊടുക്കില്ല. കണക്ക് കൊടുക്കാത്തത് കാരണമാണ് വീണ്ടും പണം ലഭിക്കാത്തത്. അത് അവർ മറച്ചു വെക്കുകയാണ്. കേന്ദ്ര ഗവൺമെന്റ് തരുന്ന പദ്ധതികളുടെ പണം എങ്ങനെ ചെലവഴിക്കുന്നു അതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ ഒരു കണക്കും ഈ രാജ്യത്തെ ഏറ്റവും മോശപ്പെട്ട രൂപത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ആവശ്യപ്പെടുന്നതിനോട് പ്രതികരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ടാണ് പണം ലഭിക്കാത്തത്. കണക്കുകൾ കൊടുക്കണം. കണക്കുകൾ കൊടുത്താൽ കൃത്യമായ പണം ലഭിക്കും. അതാണ് അഭിലാഷ്, പണം ലഭിക്കാത്തത്. അതുകൊണ്ടാണ് ഏത് പദ്ധതി കേന്ദ്രത്തിന്റെ ഈ കേരളത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലങ്ങൾ നടപ്പിലാക്കിയ പദ്ധതികളെല്ലാം തന്നെ കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിയ പദ്ധതികളാണ്. അത് പേര് മാറ്റി ഈ സംസ്ഥാനത്ത് നടപ്പിലാക്കി എന്നുള്ളതല്ലേ പ്രത്യേകത. ഏത് പദ്ധതിയെ പേര് മാറ്റി നടപ്പിലാക്കാത്തത്? ആരോഗ്യരംഗത്തെ പദ്ധതികളെല്ലാം കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിയ പദ്ധതികളിലെ ബഹുഭൂരിപക്ഷം ഈ സംസ്ഥാനത്ത് നടപ്പിലാക്കിയത്. സംവിധാനത്തിന് കീഴിലാകുമ്പോൾ സ്വാഭാവികമായും സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒക്കെ സഹകരിച്ച് പ്രവർത്തിക്കേണ്ടതായി വരും. പക്ഷെ മറ്റു പല സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ ആ മട്ടിൽ അല്ലെങ്കിൽ അതേ തോതിൽ കേരളത്തിന് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഭരണമുന്നണിയുടെ ആക്ഷേപം. തരുന്ന പണത്തിന് കണക്ക് കൃത്യമായി കൊടുത്താൽ അത് കൃത്യമായി ലഭിക്കും, കൊടുത്തില്ലെങ്കിൽ ലഭിക്കില്ല. ശരി, അന്നേരം ഞാൻ പറഞ്ഞു, അഭിലാഷ് ചോദിച്ച ചോദ്യത്തോട് പൂർത്തീകരിക്കണമല്ലോ. പറയൂ. ഈ പ്രഖ്യാപനങ്ങളെല്ലാം ഇലക്ഷൻ സ്റ്റണ്ട് മാത്രമാണ്. കേരള സർക്കാരിന്റെ ഇലക്ഷൻ സ്റ്റണ്ട് മാത്രമാണ്. പണമില്ലാത്ത ഒരു ഗവൺമെന്റ്, 4.5 ലക്ഷം കോടി രൂപയില്ലാതെ കടമുള്ള ഒരു ഗവൺമെന്റ്. അല്ല, അങ്ങനെ ഇലക്ഷൻ സ്റ്റണ്ട് എന്ന് പറയുമ്പോൾ ഡോക്ടർ ഗോപൻ ഇവിടെ സൂചിപ്പിച്ചു, ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലേറുമ്പോൾ ക്ഷേമ പെൻഷൻ എന്നത് 600 രൂപയായിരുന്നു. അത് പിന്നീട് 1600 രൂപയാക്കി. ഇപ്പോൾ അങ്ങനെ വലിയ കുടിശ്ശികയൊന്നും ഇതിൽ ഇല്ല എന്ന് താങ്കൾക്കും അറിയാമല്ലോ. ചില ഘട്ടങ്ങളിലൊക്കെ കുടിശ്ശിക വന്നിട്ടുണ്ട്, പക്ഷേ അത് ഒരുമിച്ചോ ഗഡുക്കളായോ ഒക്കെ നൽകി തീർത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനിപ്പോൾ ഇലക്ഷൻ സ്റ്റണ്ട് ആകട്ടെ എങ്കിൽ പോലും അത് അടുത്ത 6 മാസത്തേക്കെങ്കിലും നൽകേണ്ടതുണ്ടല്ലോ എന്ന് ഡോക്ടർ ഗോപൻ ചോദിച്ചതെന്ന് താങ്കൾ കേട്ട് കാണും. ഇതെല്ലാം കടം മേടിച്ചു കൊടുക്കുന്നു, അവസാനം കിട്ടാതാകുമ്പോൾ പറയുന്നു കേന്ദ്ര ഗവൺമെന്റ് പണം കൊടുക്കുന്നില്ല എന്ന് പറയുന്നു. അതാണ് ഈ കേരളത്തിൽ നടക്കുന്നത്. അതുകൊണ്ട് ഇതെന്ന് പറയുന്നത് അഭിലാഷ് പ്രത്യേകം പറയുകയാണ്, 9 വർഷക്കാലം ഈ നാട് ഭരിച്ച LDFന്റെ ഗവൺമെന്റ് തങ്ങൾ നടത്തിയ അഴിമതികളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുവാൻ വേണ്ടി, ഇപ്പൊ നമുക്കറിയാം ഏറ്റവും അവസാനം ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ഈ നാട്ടിലുണ്ടായ പ്രക്ഷോഭങ്ങളെല്ലാം തന്നെ അറിയാം. ജനങ്ങളെല്ലാം വിരുദ്ധമാകുമെന്ന് കണ്ടപ്പോ പെട്ടെന്ന് മന്ത്രിസഭ കൂടി ആ അഴിമതിയിൽ നിന്നെല്ലാം ശ്രദ്ധ തിരിക്കുവാൻ വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങൾ മാത്രമാണ് ഈ പ്രഖ്യാപനങ്ങൾ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, അതാണ് ശ്രീ ഗോപൻ. ഇവിടെ ഇതാ ഈ ഒരു ബജറ്റ് മോഡൽ ആയിരുന്നു, ഒരു മിനി ബജറ്റ് പോലെ ആയിരുന്നു ഈ പ്രഖ്യാപനങ്ങളെന്ന് പൊതുവെ പറയുന്നുണ്ട്. സാധാരണ നിലയിൽ നിന്നൊരല്പം വ്യത്യസ്തമായിരുന്നു ഈ പ്രഖ്യാപനങ്ങൾ എന്നത് വ്യക്തമാണല്ലോ. അതായത് പൊടുന്നനെയുള്ള പ്രഖ്യാപനങ്ങൾ, അതും ക്ഷേമ പദ്ധതികളെല്ലാം ഒരുമിച്ച് വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. എന്തുകൊണ്ട് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ആനുപാതികമായൊരു വർധനവ് നടത്തിയിരുന്നുവെങ്കിൽ ഇതിൻ്റെ ആനുകൂല്യം നേരത്തെ തന്നെ കിട്ടുമായിരുന്നല്ലോ എന്ന സംശയം ഉയരുന്നു. എന്താണ് അതിന് മറുപടി?